ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് രാവിലെ മുതൽ നല്ല മഴയുണ്ട്. ഉച്ചക്കൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ വിചാരിച്ചു വീട്ടിൽ പൊതിച്ചോറ് ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഇത് വാഴയിലൊക്കെ വെട്ടി കൊടുന്ന് പുളിഞ്ചിയായി, മീൻ കറിയായി, ചോറായി, മീൻ വറുത്തതായി, അങ്ങനെ ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ മഴ പെയ്യുമ്പോൾ പുറത്ത് വെച്ച് ഉണ്ടാക്കിയതാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഞാൻ ആ ഒരു വീഡിയോസൊക്കെ ഷോർട്സായിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കവർ ഞാൻ കിട്ടിയതായിരുന്നു. അപ്പോൾ ഉപ്പേരിയും മീൻ വറുത്തതൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. ബാക്കിയുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കി. പിന്നെ ഇത് നമുക്ക് ഉമ്മാക്കും ഉപ്പാക്കും ഉണ്ണിക്കും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ പൊതിച്ചോറ് നന്നായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ സമയം 2:30 കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ എണീക്കാൻ തന്നെ ഒരു 12 മണി സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ സെറ്റാക്കാൻ പോവുകയാണ് നമ്മുടെ പൊതിച്ചോറ്. ആദ്യം ചോറിട്ടു, നന്നായിട്ട് ചോറിൽ മസാലകളൊക്കെ ഇങ്ങനെ പിടിക്കുമ്പം നല്ലൊരു സ്മെല്ല് തുറക്കുമ്പോൾ ഇങ്ങോട്ട് വരും കേട്ടോ. അപ്പോൾ പിന്നെ ഇഞ്ചിപ്പുളി വെച്ച് കൊടുത്തിട്ട് നമ്മൾ കുറച്ച് വെച്ചിട്ടുള്ളൂ ഇഞ്ചിപ്പുളിയൊക്കെ. പിന്നെ ഗായ്സ് നമ്മൾ ബീട്രൂട്ട് തോരനാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ബീട്രൂട്ട് തോരനൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മീൻ വറുത്തതാണ് വെച്ച് കൊടുക്കുന്നത്. മീൻ ഏത് മീനാണെന്ന് എനിക്കറിയില്ല. അപ്പം മീൻ വറുത്തതും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലത്തെ എല്ലാവർക്കും പൊതിച്ചോറ് നല്ല ഇഷ്ടമാണ് കേട്ടോ. നല്ല ആ ഒരു സ്മെല്ലൊക്കെ നല്ല ഇഷ്ടമാണ് നമ്മുടെ വീട്ടിലത്തെ എല്ലാവർക്കും. പിന്നെ നമ്മൾ മീൻ കറിയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇച്ചിരി നമ്മൾ കടയിൽ നിന്ന് മേടിച്ച അച്ചാറാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പൊതിച്ചോറിൽ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. കോഴിമുട്ട പൊരിച്ചത് വെക്കാൻ മറന്നുപോയി, പൊരിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ പൊരിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് പാക്ക് ചെയ്തെന്ന് അറിയണത്. അപ്പോൾ പിന്നെ നമ്മളത് പൊരിക്കാനൊന്നും നിന്നില്ല കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി പൊതിച്ചോറ് നല്ല എയർ ടൈറ്റായിട്ട് നന്നായിട്ട് ടൈറ്റായിട്ട് കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ന്യൂസ് പേപ്പർ വെച്ചിട്ട് പൊതിഞ്ഞു കൊടുക്കുക, അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഉമ്മയാണ് നമ്മുടെ സാധനങ്ങളൊക്കെ വെച്ച് കൊടുത്തതും എല്ലാം ചെയ്തതും ഉമ്മയാണ്. ഞാൻ വീഡിയോ എടുക്കാൻ നിന്നു. അപ്പോൾ അങ്ങനെ ആയിരുന്നു. അപ്പോൾ നമ്മൾ കെട്ടി കൊടുക്കുകയാണ് നമ്മുടെ പൊതിച്ചോറിനെ. നന്നായിട്ട് ടൈറ്റായിട്ട് കെട്ടി കൊടുത്തെങ്കിൽ നമുക്ക് തുറക്കുമ്പോൾ ആ സ്മെല്ല് ഉണ്ടാവുള്ളൂ പറഞ്ഞിട്ടാണ് നല്ല ടൈറ്റായിട്ട് കെട്ടുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എണീക്കാൻ തന്നെ നന്നായിട്ട് നേരെ വൈകിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചായ അങ്ങനെ ഞങ്ങൾ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇച്ചിരി കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമുക്ക് വിശന്ന് ഇതായപ്പോൾ നമ്മളത് കഴിക്കാൻ നിന്നു.